രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ വിചാരിക്കുന്നത്. ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചു. ഇത് ആൻറ്റിയും വല്യമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് അമ്മയുടെ അനിയത്തിയാണ് ബ്ലൂ സാരി. ബാക്കിലെത്തത് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വല്യമ്മയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കാറിന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഇവർ. അപ്പോൾ ഞാൻ വന്ന് കുളിച്ച് റെഡിയായി. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം കുളിച്ച് ഫ്രഷായി റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ കല്യാണത്തിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിന്നു. വേഗം കാറിലൊക്കെ കയറുകയാണ്. അച്ഛൻ വരുന്നില്ല. അച്ഛൻ തീരെ വയ്യ, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛനെ കൂട്ടാതെ പോകുന്നത്. 3 പേരും ബാക്കിലിരുന്ന് ഭയങ്കര വർത്താനവും കളിയും ചിരിയൊക്കെ ആയിരുന്നു. വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ 3 പേരും വീഡിയോക്ക് പോസ് ചെയ്തു കേട്ടോ. പിന്നെന്താ, വണ്ടി വേഗം വിട്ടോ, 1-2 സാധനം മേടിക്കാനുള്ളതാ മയ്യെന്ന്, ഫാൻസി കടയുടെ മുന്നിൽ നിർത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു 3 പേരും. പിന്നെ ഒന്നും നോക്കിയില്ല. ഏട്ടൻ വണ്ടിയുടെ സ്പീഡ് ഇച്ചിരി കൂട്ടി കേട്ടോ. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണത്തോടെ കയറി വരുന്നതല്ലേ. അപ്പോൾ തലേന്ന് വിചാരിച്ചു കല്യാണത്തിന് പോകണ്ടാന്ന്. പിന്നെ രാവിലെ ആയപ്പോൾ ആ തീരുമാനം അങ്ങ് മാറ്റി. കാരണം എന്താ അറിയോ, എല്ലാവരും ഞാൻ വരുന്നതിന് മുന്നേ കുളിച്ച് റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പോകാമെന്ന് ഞാനും വിചാരിച്ചു. വേഗം കുളിച്ച് റെഡിയായി. എല്ലാവരുടെ കൂട്ടത്തിലും പോയിട്ട് വരുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പം പോകണ്ടെന്നുള്ള തീരുമാനം മാറ്റി പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഇതാ മയ്യിലെത്തി ഫാൻസി കടയിൽ കയറിയിട്ടുണ്ട്. വളയും കാര്യങ്ങളും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. വേഗം ഇതാ ഓഡിറ്റോറിയത്തിന് മുന്നിലെത്തി. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കയറിയില്ല. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ, വേളത്തമ്പലത്തിൽ ഞങ്ങൾ കയറിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മുഹൂർത്തം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഒന്ന് തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. കുളത്തിൽ കഴിഞ്ഞ് കാലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ 1-2 പ്രാവശ്യം ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ വേഗം കാല് കഴുകാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ, ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരിതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതാ വീട്ടിനടുത്ത് ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായി. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേഗം കാലൊക്കെ കഴുകി മുകളിലോട്ട് കയറുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോസ് എടുത്തു കൊടുത്തു. 4 എണ്ണത്തിനെയും പിടിച്ചിരുത്തി കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ അവൻ എന്നെ കൂട്ടാണ് നേരത്തെ അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ അവരൊപ്പം എത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒന്നിച്ച് എല്ലാവരും കൂടിയുള്ള ഫോട്ടോസ് എടുത്തു. വേഗം ഓഡിറ്റോറിയത്തിലേക്ക് പോയി. മുഹൂർത്തത്തിന് മുന്നേ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ്, ഇരിക്കാൻ സീറ്റൊന്നുമില്ല. അപ്പോൾ കല്യാണമൊക്കെ നിന്നിട്ടാണ് കണ്ടത്. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡ് കഴിക്കുന്നിടത്തെത്തി. ഫുഡ് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേഗം തന്നെ വീട്ടിലേക്ക് പോകണം. വൈകുന്നേരം ഡ്യൂട്ടിക്കൊക്കെ പോകണം. അതിന് മുന്നേ കുറച്ച് ടൈമെങ്കിലും ഒന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര തലവേദനയായിരിക്കും. ഏട്ടൻ അതിനിടയിൽ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും കുറച്ച് നേരം സംസാരിച്ചിട്ടും അങ്ങനെ കുറച്ച് സമയം ഓഡിറ്റോറിയത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ബസ്സിനാണ് പോയത്.